Hi guys, welcome back to my channel M.Artz and Craftz. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വേർഡ് പസിൽ ആണ്. അപ്പോൾ കൊറോണ ഒക്കെ ആയപ്പോൾ നമുക്ക് വേർഡ് പസിൽ ഒന്നും ഷോപ്പിൽ പോയി വാങ്ങാൻ പറ്റില്ല. ഇത് ഷോപ്പിലൊക്കെ അവൈലബിൾ ആയ സാധനമാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും വേർഡ് പസിൽ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഇങ്ങനെ ലൈൻസ് വരക്കണം. പിന്നെ അതിൻ്റെ സൈഡിൽ ഇതൊക്കെ റബ്ബ് ചെയ്ത് കളയണം. നെക്സ്റ്റ് ഇതാ അവിടെ നമുക്ക് എന്തൊക്കെ വേർഡ്സ് എഴുതേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ എഴുതാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ബോക്സ് ആക്കണം. അപ്പം ഞാനിവിടെ എഴുതുന്നത് ഒരു 16 വേർഡ്സാണ് എഴുതുന്നത്. അപ്പോൾ അത് റോങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് പെൻസിൽ കൊണ്ട് ചെയ്തതിന് ശേഷം വീണ്ടും സ്കെച്ച് കൊണ്ട് മേലെ ചെയ്യാണ്. അപ്പോൾ എന്താ ടോപ്പിക്ക് നമ്മൾ മേലെ എഴുതണം. നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ആക്കാം, എന്തെങ്കിലും തിങ്സോ അല്ലെങ്കിൽ ഗെയിംസോ എന്തിൻ്റെ പേരാണെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ 8 ഫ്രൂട്ട്സിൻ്റെ വേർഡ്സും പിന്നെ 8 വെജിറ്റബിൾസിൻ്റെ വേർഡ്സും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് വെജിറ്റബിൾസിൻ്റെ എഴുതാം. നിങ്ങൾ അഥവാ ഈ ടോപ്പിക്ക് തന്നെ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും എഴുതാം. ഞാൻ ഇതേപോലെ തന്നെ എഴുതണമെന്നൊന്നുമില്ല. നമുക്ക് ഇതിന് ഒന്ന് ലൈന് ഡാർക്ക് ചെയ്യാം സ്കെച്ച് കൊണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു 15 ലൈൻസ് വരക്കണം. അപ്പോൾ ഞാനിവിടെ 15 ഹൊറിസോണ്ടൽ ലൈൻസും ഇനി നമുക്ക് 15 വെർട്ടിക്കൽ ലൈൻസും വരക്കേണ്ടതുണ്ട്. അതിനു മുമ്പായിട്ട് 15 ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചത് പെൻസിലുകൊണ്ട് ആണെങ്കിൽ ഫസ്റ്റ് പെൻസിലുകൊണ്ട് വരയ്ക്കുക. അതിന് ശേഷം സ്കെച്ച് കൊണ്ട് ചെയ്യണം. കാരണം അത് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻസ് റെഡിയായി. ഇനി നമുക്ക് വെർട്ടിക്കൽ ലൈൻസ് ആക്കാം. അതും 15 ലൈൻസിനെയാണ് ഞാൻ വരയ്ക്കുന്നത്. അതും ആദ്യം പെൻസിൽ കൊണ്ട് ചെയ്തതിന് ശേഷം വീണ്ടും സ്കെച്ച് കൊണ്ട് ചെയ്യണം. യെസ് ഗായ്സ്, അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ലൈൻസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മേലയിലൊന്ന് വേർഡ് പസിൽ എഴുതി കൊടുക്കാം. അതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക, കാരണം പെൻസിലിന് എന്തെങ്കിലും ലൈൻസ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം ആപ്പിൾ എന്നാണ് എഴുതുന്നത്. എനിക്കിഷ്ടമുള്ള രീതിയിലാണ് ഞാൻ എഴുതുന്നത്. ഇങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഓരോ വേർഡ്സ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യേണ്ട രീതി ഇങ്ങനെയൊക്കെയാണ്. ഇത് ഏത് രീതിയിലും പോവും. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും പിന്നെ വേറെ 2-3 രീതിയിലും പോവും. അപ്പോൾ നിങ്ങൾ ഈ വേർഡ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതണം. നമ്മൾ എഴുതിയ ആ ഓർഡറിൽ തന്നെ ഇവിടെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ വേർഡ്സ് കഴിഞ്ഞു. ഇനി ഇഷ്ടമുള്ള ലെറ്റേഴ്സ് നമുക്ക് ഇടാം. A മുതൽ Z വരെയുള്ള ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. പല പല സ്ഥലത്തായിട്ട് ഇടണം.
ഏതെങ്കിലും ഓരോ ലെറ്റേഴ്സ് ഇങ്ങനെ അടുത്തായിട്ട് അധികം വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ അടുത്തായിട്ട് വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും വേഗം ലെറ്റേഴ്സ് വേർഡ്സ് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ലെറ്റേഴ്സ് പരമാവധി വേറെ വേറെ ആക്കാൻ നോക്കുക. ഇങ്ങനെ ഇത് ഫുള്ള് ഫില്ല് ചെയ്യണം ഓരോ ലെറ്റേഴ്സ് കൊണ്ടും. അപ്പോൾ ഗൈസ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.